എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരൺ ഗംഗാപ്രസാദിനെ ചുരുട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗാപ്രസാദ് കിരണിന്റെ കൈ തട്ടി മാറ്റി ഓടുവാണ്. അങ്ങനെ അടുക്കള വഴി അവൻ പുറത്തേക്ക് വരണ സമയത്ത് അവിടെ ഇതൊന്നും അറിയത്തില്ലാതെ ശാന്തമ്മ തുണി അലയിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് അവനങ്ങോട്ടേക്ക് ഓടി വരുന്നതിന്റെ സോപ്പ് വെള്ളം പതപ്പിച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒറ്റ ഒഴിക്കലായിരുന്നു അവന്റെ മുഖത്തിനിട്ട് തന്നെ. പെട്ടെന്ന് അവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പോഴേക്കും കിരൺ പുറകെ ഓടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇട്ട് അവനെ ചുരുട്ടി കൂട്ടുകയാണ്. പിന്നീട് ശാന്ത ചേച്ചിയോട് ചോദിച്ചു, അല്ല ഇവനെ ശരിയാക്കണ്ടേന്ന് ചോദിക്കുക. ചേച്ചിനെ ഇവൻ ബോധം കെടുത്തിയിട്ടല്ലേ നിൽക്കും, പിന്നെ വേണ്ടേ. ശാന്ത ചേച്ചിയുടെ ഭാഗം നല്ല നാളെ ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും കല്യാണി അങ്ങോട്ട് വന്നു. കല്യാണി പറഞ്ഞു, നീയും കൂടെ കൊടുത്തോളം പറയാണ്. കല്യാണി നല്ല രീതിയിൽ തന്നെ അവനെ ഇട്ട് പെരുമാറി അങ്ങോട്ടേക്ക്. അവനങ്ങോട്ട് ഒരു വിധത്തില് എങ്ങനെയായിരുന്നു ഒന്ന് എഴുന്നേറ്റ് നിന്നായിരുന്നു. അപ്പോഴേക്കാണ് അടുത്ത ട്രിപ്പ് കിരണ്ട വക. അങ്ങനെ അവൻ എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ കിടക്കുവാണ്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ കിരൺ പറഞ്ഞു, അതെ നീ ഒരു കാര്യം ചെയ്യാം, ഇവനെ നോക്കിവിടെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. അച്ഛനെ ഒന്ന് വിളിച്ച് വിവരങ്ങളൊക്കെ പറയണം. അച്ഛനും കൂടെ ഇങ്ങോട്ടേക്ക് വരട്ടെ. അച്ഛനെ ദേഹത്ത് കൈ വെച്ചാലേ ഇവന്, അപ്പൊ അച്ഛൻ അവന് ശരിക്കും ഒന്ന് കാണേണ്ടത് ചോദിക്കുകയാണ്. പിന്നീട് കല്യാണിന്റെ കയ്യിലേക്ക് വലിയൊരു പട്ടി കഷ്ണം അങ്ങ് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇവനിവിടെ നനങ്ങിയിട്ടുണ്ടെങ്കിൽ കാല് തല്ലി ഒടിച്ചോണെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാ. ഈ സമയം കല്യാണി പറഞ്ഞു, എന്റെ കിരണേട്ടന്റെ ദാനമാടാ നിന്റെ ജീവിതം, അല്ലെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്നെ തീർത്താനെന്ന് പറയണം. കുറച്ചു കഴിഞ്ഞത്തേനും ഒരു കാറും കൂടെ പാഞ്ഞു വരുവാണ്. അതിനകത്തുനിന്ന് രൂപയെ ചന്ദ്രസേനും കൂടെ ഇറങ്ങുവാണ്. അപ്പോഴേക്കും കല്യാണി എന്ത് ചെയ്തു, അവനെ അങ്ങനെ പിടിച്ചോണ്ട് അങ്ങോട്ട് വന്നു. പിന്നീട് ചന്ദ്രസേന്റെ കാലിന്റെ ചുവട്ടിലേക്ക് അവൻ വന്ന് വീഴുവാണ്. അത്രയ്ക്ക് അവശനായി പോയിട്ടുണ്ടായിരുന്നു അവന്. ചന്ദ്രസേന അവനെയും കൂടെ പിടിച്ചെഴുന്നേപ്പിച്ചു. ഇതാണോ നാടിനെ കിടുകിട വിറപ്പിച്ചോണ്ടിരുന്നേ ചെന്നൈക്കാരൻ ഗംഗാപ്രസാദ്. എടാ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ നിന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരുന്നേ. ഞാൻ കരുതി ഇത്തരം കൂടെ ആരോഗ്യമൊക്കെ കാണുന്ന, പക്ഷെ എന്റെ മോന്റെ മുന്നില് നീ വെറും പശുവായി പോയല്ലോടാന്ന് പറയാണ്. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? കേരളം എന്ന് പറഞ്ഞ ചെന്നൈയാന്നോ? വെറുതെ തോന്നല, നിനക്ക് അറിയത്തില്ലാത്തോണ്ട് ഇവിടുത്തെ ഉള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞോണ്ട് അവരുടെ കാരണം നോക്കി നാണം ഇട്ട് കൊടുക്കണം. പിന്നെ അവന്റെ കഴുത്തിനും കൂടെ കയറി കുത്തിപ്പിടിച്ചു. നിനക്ക് ചന്ദ്രസേനെ അറിയത്തില്ല, നീ ആരെയാ നോവിച്ചേട്ടെന്നറിയാവോ? എടാ എന്നെ തൊട്ടാൽ എന്റെ മകനാണെങ്കിലും മതി, എന്റെ മകനെ തൊട്ടാൽ ഞാനാണ് നിന്നെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുകയാണ്. രൂപ വന്നിട്ട് പറഞ്ഞു, വെറുതെ വിടല്ലേ ഇവനെ, ഒരു നിമിഷം പോലും ഇവനെ ഇപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് പറയണം. ചന്ദ്രസേനൻ പറഞ്ഞു, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വന്നു. പോലീസ് ജീപ്പിന് SIയും കൂടി ആടി ഇറങ്ങി. പിന്നീട് ചന്ദ്രസേനൻ പറഞ്ഞു, ഇവനെ ആളെന്ന് പറയണം. ഇവന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേ, ഇവനെ എനിക്ക് വിട്ടു തന്നേക്കാൻ പറയാണ്. ഇവനിനി പുറത്തേക്ക് എങ്ങും ഇറങ്ങത്തില്ലെന്ന് പറയാം, അകത്ത് തന്നെ കിടക്കും. ഒന്ന് തീരുമ്പോ ഒന്നൊന്നായിട്ട് ഇവന്റെ തലയിലേക്ക് കേസ് കെട്ടുകൾ അങ്ങനെ വെച്ചു കൊടുക്കില്ലെന്ന് ചോദിക്കാം. ചന്ദ്രസേനൻ പറഞ്ഞു, ഇവൻ കൊടും ക്രിമിനലാ, കുറെ തവണ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. ഇവൻ എത്ര വലിയ ക്രിമിനലാണെങ്കിലും ഇവിടെ അതൊന്നും പറ്റില്ല. ഇവനെ ശരിയാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറയണം. അങ്ങനെ കടക്കട വണ്ടിക്കകത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി കയറ്റുവാണ്. ആ സമയത്ത് ശാരി അപ്പുറത്ത് വീണ്ടും ജനലിന്റെ അവിടെ നിന്ന് കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഇതെന്താ ഒരു പോലീസും ബഹളമൊക്കെ ആരെയോ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഒരു പരിചയമില്ലാത്ത മുഖമാണല്ലോ. ശാരിക്ക് ആരാ എന്താ എങ്ങനെയാണെന്നും മനസ്സിലായില്ല. അങ്ങനെ പോലീസുകാർ അവരെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും രൂപയും ചന്ദ്രസേനൊക്കെ ഒക്കെ അകത്തേക്ക് കയറിവരുവാണ്. പിന്നീട് കല്യാണിയും കിരണമൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രസേനൻ പറഞ്ഞു, അങ്ങനെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയാം. കല്യാണി പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ കാർത്തിയേച്ചിക്കും ലക്ഷ്മി അമ്മയ്ക്കും ധൈര്യപൂർവ്വം പുറത്തിറങ്ങി നടക്കാലോ, അവന്റെ ശല്യം ഉണ്ടാകത്തില്ലോ എന്ന് പറയാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് മോളെ, വേറെ ചില ആൾക്കാരുണ്ടല്ലോ പുറത്ത്, രാഹുൽ എന്ന് പറയുന്നവനും പിന്നെ മോളുടെ ആങ്ങള വിക്രവും, അവറ്റകളെയും കൂടെ സൂക്ഷിക്കണം. മിക്കവാറും ഒറ്റിക്കൊടുത്ത് അവരായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പം കിരമൺ ശരിയായിരിക്കും, മിക്കവാറും അപ്പുറത്തുള്ളവർക്ക് ഇവനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കാണും, അതുകൊണ്ടാണല്ലോ ആരും ഇല്ലാത്ത സമയം നോക്കി അവരിങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം. അങ്ങനെയാണ് സൂക്ഷിക്കേണ്ട കേസ് തന്നെയെന്ന് പറയണേ. കിരൺ പറഞ്ഞു, ഇനി എന്തായാലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, വരട്ടെ. ഇനിയിപ്പോൾ അവൻ എന്തായാലും ഉടനെ പുറത്തിറങ്ങില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറി നിന്ന എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിയത്, ഞാൻ തൽക്കാലത്തേക്ക് എഴുന്നേറ്റ് നടന്ന കാര്യം അപ്പുറത്തുള്ളവരൊന്നും അറിയണ്ട. കാരണം പുറവശത്ത് വെച്ചാണ് ബാക്കി അടി കൊടുത്തത്, അതുകൊണ്ട് ആരും കണ്ടിട്ടില്ല. ഞാൻ എഴുന്നേറ്റ് നടന്ന കാര്യം ആർക്കും അറിയത്തില്ല. ഇനിയിപ്പോൾ അവനകത്തായതുകൊണ്ട് അവൻ ആരോടും പറയാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് പേർക്കിട്ട് അവിടെ പണി കൊടുക്കാനുണ്ട്, അതിന് ശേഷം മതി എന്റെ തളർച്ച മാറിയതൊക്കെ എല്ലാവരും അറിയാനായിട്ട് എന്ന് പറയണം. ഇത് കേട്ടപ്പം ചന്ദ്രസേനൻ പറഞ്ഞു, അത് ശരിയാടാ മോനെ, ഒന്നിനെയും വെറുതെ വിടില്ല. ഇനി നമ്മൾ അങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല, അടിക്ക് തിരിച്ചടി തന്നെ കൊടുക്കണം. നമ്മളും ഇങ്ങനെ മാറി നിൽക്കുന്തോറുവാ ഓരോരുത്തന്മാരെ നമ്മുടെ തലയിൽ കയറി നിറങ്ങുന്നേ, നമ്മളായിട്ട് അതിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് പറയണം. കല്യാണി പറഞ്ഞു, അത് ശരി തന്നെയാ. എനിക്ക് ആകെപ്പാടെ പേടിയുണ്ടായിരുന്നത് കാർത്തിയേച്ചിയുടെ ലക്ഷ്മിയമ്മയുടെ കാര്യത്തിലായിരുന്നു. അവരുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ നമുക്ക് സമാധാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയണം. പിന്നീട് ചന്ദ്രസേനൻ രൂപ അങ്ങോട്ട് പോവാ. ആ സമയം
ശാരി നേരെ രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. രാഹുലിന്റെ അടുത്ത് എന്നിട്ട് എന്താന്ന് അറിയത്തില്ല, അപ്പുറത്ത് പോലീസും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു പറയണം. പോലീസോ? അതെന്താ? ഒരു പരിചയമില്ലാത്ത ഒരുത്തന്നെ ജീപ്പ് കയറ്റി കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയണ. പരിചയമില്ലാത്ത ഒരുത്തനോ? അതെ. നീ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേന്ന് ചോദിക്കാം. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണേ. ഇനിയിപ്പോ ഗംഗാപ്രസാദ് എങ്ങാനും ആണോ അത്? ഒരു ടെൻഷൻ ഉണ്ടായി രാഹുലിന്റെ ഉള്ളില്. പിന്നെ രാഹുലിന് നീ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയണം. ആ ഫോൺ അങ്ങോട്ട് മേടിച്ചു. പിന്നീട് ഗംഗാപ്രസാദ് നമ്പറിലേക്ക് ഡയൽ ചെയ്യണം. പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടല്ല. എനിക്ക് നല്ല സംശയമുണ്ട്, മിക്കവാറും അവനാണോന്ന്. അവൻ പണി കൊടുക്കാൻ വന്നിട്ട് അവനെ പിടിച്ചാണെന്നും പറയാൻ പറ്റില്ല. എന്റെ ഏക പ്രതീക്ഷയായിരുന്നു അവന്. അവൻ എനിക്ക് വാക്ക് തന്നിട്ടുള്ള കാര്യമായിരുന്നു. അവൻ കല്യാണിനെയും കിരണിനെയും തീർത്ത് കളഞ്ഞിട്ട് അവസാനം നമ്മുടെ ശത്രുവായ മനോഹർ ഉണ്ടല്ലോ, അവനെ തീർത്ത് കളയുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവൻ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയായ കാര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചെന്ന് പറയണം. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയാം. പിന്നെ മനോഹറിനെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്ന ഭേദം എന്ന് പറയാം. എടി, അവന് നീ ഇങ്ങോട്ടേക്ക് തന്നെ വരുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. പിന്നെ എങ്ങോട്ട് പോകാനാ? അവന്റെ കല്യാണം മുടങ്ങിയില്ലേ മനുഷ്യ. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തിനേലും കൊള്ളാവോ? നിങ്ങൾ നട്ടലുള്ളവനാണെങ്കിൽ അവൻ ഇങ്ങനെ കിടന്ന് ബലസുമായിരുന്നു ഇത്രയും കാലം. നമ്മുടെ മോളുടെ ജീവിതം ഇങ്ങനെ തുലാസി കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ മോളെ രക്ഷിക്കാൻ ശ്രമിക്കില്ലായിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നിട്ടിപ്പോ വെല്ലുവാചകം പറഞ്ഞുകൊണ്ട് നടിക്കുന്നു. എടി, അതല്ല. പിന്നെ എന്തല്ല, എനിക്ക് അവനെ തീർക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ നിങ്ങൾ തീർക്കാത്തെ? ഓ, അതിനുള്ള സമയവും സന്ദർഭവും ഒന്നും കിട്ടിക്കാണത്തില്ലായിരിക്കും. അതായിരിക്കും ഇല്ലെന്ന് ചോദിക്കാം. ഒരു കാര്യം ഉറപ്പാ, ഇപ്പൊ നമ്മുടെ മോൾക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നി തുടങ്ങിയിട്ടെന്ന് തോന്നുന്നത്. എന്ത് സംശയം? അല്ല, എപ്പോഴും അമേരിക്ക, കൊറിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പറച്ചില് മാത്രമല്ലേ ഉള്ളൂ, പോക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അവൾക്ക് ഇപ്പൊ ഒരു സംശയം ഉണ്ടെന്ന് പറയാം. ആ, നല്ല കാര്യ. സംശയം അങ്ങനെ വരട്ടെ അങ്ങോട്ടേക്ക്. അവന്റെ കള്ളത്തരങ്ങളൊക്കെ അവള് തന്നെ കണ്ടുപിടിക്കട്ടെ. നമ്മളായിട്ട് ഇനി പറയണ്ട. മിക്കവാറും അധികം വൈകാതെ അത് സംഭവിക്കും പറയാം. ഇത് കേട്ടത് ശാരി പറഞ്ഞു, ഇതാ നിങ്ങളുടെ തലയ്ക്കകത്ത് കളിമണ്ണാന്ന് പറഞ്ഞേ. അങ്ങനെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളെ നമുക്ക് നഷ്ടപ്പെടില്ലേ? അവൾ എങ്ങനെ നഷ്ടപ്പെടാതിരിക്കണം എന്ന് കരുതി ഞാനിരിക്കുന്നേ. അപ്പോഴാണ് ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നെഞ്ചു പൊട്ടി ചാവുള്ളൂ മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ശാരി. ആ സമയത്ത് വിക്രം കൂട്ടര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രം പറഞ്ഞു, എന്തായാലും ഗംഗാപ്രസാദ് കാര്യം നടത്തിയിട്ട് പോകും. അപ്പം അവൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം കുറച്ചുകൂടി എളുപ്പമായെന്ന് പറയണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന് ശേഷം നമുക്ക് താമസിക്കാനായിട്ട് വീടും കാര്യങ്ങളൊക്കെ വേണ്ടേ? നമ്മൾ ഒളിച്ചു കഴിയേണ്ടി വരും. കാരണം അവരെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളും സംശയത്തിന് നേരിലായിരിക്കില്ല എന്നൊക്കെ പറയാം. അത് ശരിയാ. പിന്നെ പണം വേണം കുറച്ച്. പണത്തിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുക. അതിനല്ലേ നിനക്ക് വീടൊക്കെ കുത്തി തുറക്കാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ളതല്ലേടാ എന്ന് വിക്രം എടുത്തിട്ട് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരെന്ന് ചോദിക്കുക. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലിശക്കാരൻ രാജപ്പനും കൂട്ടരും അങ്ങോട്ടേക്ക് വരുന്നേ. വന്നിട്ട് വിക്രത്തിനെ കണ്ടു. വിക്രത്തിനോട് പറഞ്ഞു, എടാ, എൻ്റെ പൈസയും പലിശ എവിടെയാന്ന് ചോദിക്കടാ. ഞാൻ നിങ്ങളോട് പൈസ മേടിച്ചിട്ടുണ്ടോ? എടാ, നിന്റെ തന്ത മേടിച്ചിട്ടുണ്ടോ? ആദ്യം ഇങ്ങോട്ട് തരണമെന്ന് പറയണ. അത് അയാളോട് പോയി ചോദിക്കുക. എന്നോട് ചോദിച്ചിട്ട് കാര്യമെന്ന് പറയണേ. ഇപ്പൊ പ്രകാശനെ എന്താണെന്നും കാണുന്നില്ല. പ്രകാശൻ എന്താ എവിടെയാന്നും അറിയത്തില്ല. അയാളോട് പോയി ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അവനെ ഞാൻ കാണുന്നില്ലോ, അതുകൊണ്ടാണ് നിന്നോട് വന്ന് ചോദിച്ചതെന്ന് പറയാ. നീ എന്നെ വെല്ലുവിളിച്ചു ഒന്ന് മേടിച്ചെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് കാണിച്ചു തരാന്ന് പറയണ. കുറച്ച് ഗുണ്ടകളായിട്ടാണ് രാജപ്പൻ വന്നേ. പിന്നീട് വിക്രത്തിന് അവിടെ എടുത്തിട്ട് പെരുമാറുവാണ്. വിക്രം ആണെങ്കിൽ അയ്യോ പൊത്തോന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. പിന്നീട് തക്കാലത്തേക്ക് ഇത്ര, ഇനി മര്യാദയ്ക്ക് പൈസ തന്നില്ലെങ്കിൽ ബാക്കിയും കൂടെ നിനക്കിട്ട് ഞാൻ തരും എന്നൊക്കെ പറയണ. നിനക്ക് പറ്റുമെങ്കിൽ നീ ആ കല്യാണിന്റെ കാലേ പോയി വീഴടാ. നിനക്കൊക്കെ പറ്റിയത് അതാ. നിന്റെ അച്ഛൻ മുമ്പ് പൈസ മേടിച്ച സമയത്ത് അവളുടെ കാലേ വീണിട്ട് അവള് പൈസ കൊണ്ട് കൊടുത്തേ. ഈ തവണ അങ്ങനെ തന്നെ ചെയ്യടാ, എന്നാലേ നിനക്കൊക്കെ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ നിനക്കൊന്നും ഒരിക്കലും രക്ഷ ഉണ്ടാകത്തില്ലെന്ന് പറയണം എന്നും പറഞ്ഞ് വണ്ടി കയറി അങ്ങോട്ട് പോകുന്ന സമയത്ത് വിക്രം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എടാ, നിനക്ക് വീട് കുത്തിറക്കാൻ നല്ല വശമുള്ളല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം അയാളുടെ വീട്ടിൽ തന്നെ കയറാം. അയാളുടെ വീട്ടിൽ കയറി മോഷണം നടത്തിയിട്ട് അയാൾക്ക് ആ പൈസ കൊടുക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഐഡിയ കൊള്ളാന്ന് പറയണം. അതിനുശേഷം ഗംഗാപ്രസാദിനെ കാണാൻ ജയിലിലേക്ക് കാർത്തിക ലക്ഷ്മിയമ്മയും കൂടെ വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് നല്ല ദേഷ്യമായി. ആനന്ദിക്കാനായിട്ട് വന്നായിരിക്കും. ഞാൻ അകത്ത് പോയല്ലോന്ന് ഓർത്തിട്ട് സന്തോഷിക്കൊന്നും വേണ്ടേ. ഞാൻ അധികം വൈകാതെ തന്നെ പുറത്തിറങ്ങും. നീ പുറത്തിറങ്ങാനാ? നല്ല കഥ തന്നെ. എടി, ഞാൻ പുറത്തിറങ്ങലും നീ കണ്ടോ? ഇതിനു മുമ്പ് ഞാൻ പലവട്ടം ജയിലിൽ ആടിയിട്ടുണ്ട്. പിന്നെയാണോ ഇതെന്ന് ചോദിക്കാം. ഇത് കേട്ടതും കാർത്തി പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെയാണെന്ന് എനിക്കറിയാടാ. നീ ഇപ്പൊ എന്റെ സ്വത്ത് കെട്ടിയെടുക്കാനല്ലേ ശ്രമിച്ചോണ്ടിരിക്കുന്നേ? സ്വത്തുക്കളെല്ലാം ഞാൻ കല്യാണിക്ക് കിരണും എഴുതി കൊടുക്കാനായിട്ട് പോവാ. അത് മാത്രമല്ല, ബാക്കി കുറച്ച് സ്വത്ത് അനാഥാലയത്തിന് എഴുതി കൊടുക്കാൻ പോവാ. ലക്ഷ്മിയൻ പറഞ്ഞു, അത് ശരി തന്നെയാ മോളെ. കാരണം ഞങ്ങൾക്ക് പ്രായമായിരിക്കും അവർ നോക്കിക്കോളും. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴ അവർ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനിയിപ്പം സ്വത്തൊക്കെ എഴുതി കൊടുത്ത് ഞങ്ങൾക്ക് അവരുടെ ഒപ്പം പോയി താമസിക്കാം. ഞങ്ങൾക്ക് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടൻ ഗംഗാപ്രസാദ് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെയും വെറുതെ വിടില്ലെന്ന് പറയണം. നീ എന്ത് ചെയ്യൂടാ? നീ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാം. പിന്നെ ചെയ്യത്തില്ല പോലും. ഗംഗാപ്രസാദ് ആരാന്ന് അപ്പം നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അങ്ങനെ എങ്ങാനും
അവരോടൊപ്പം ചേരുന്ന സമയത്ത് അവർക്ക് സ്വത്തെഴുതി കൊടുക്കുവാണെങ്കിൽ ഞാനൊരു ബോംബായിട്ട് വന്നും കൂടെ നിൽക്കത്തുള്ളൂ, എല്ലാം പൊട്ടിത്തെറിക്കുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഞാൻ കാണിച്ചുതരാം എന്താന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷ്മിയും കാർത്തികാരും നീ ഇതുവരായിട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഇടിവെട്ടേറ്റ പോലെ ഗംഗാപ്രസാദ് നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.